തൃശൂൽ, നീ എന്തിങ്ങനെ വെറുതെ ഇരിക്കുന്നേ? ഒന്നും ഇഷ്ടമായില്ലേ നിനക്ക്? ഒന്ന് നോക്കുന്നേ. നമുക്ക് ഇഷ്ടമായതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ എടുത്തോട്ടെ. ശിവാനി കമോൺ, താനീ റിംഗൊന്ന് നോക്ക്. വെറുതെ സംസാരിച്ച സമയം കളയുന്നുണ്ട്. ശിവാനി, ഇതെങ്ങനെ നോക്ക്. നന്നായിട്ടുണ്ട്. ഇത് നോക്കി എങ്ങനെ മനസ്സിലാവില്ല? അതെ, ആ കൈയും കാണിച്ച്. എങ്ങിതാ ത്രിവിക്രം, നീ എന്തായി കാണിക്കുന്നേ? സമയവും കാലവും നോക്കാതെ അവളുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കാൻ പാടില്ല. ഡാഡി, അതിനിപ്പോ എന്താ കുഴപ്പം? ത്രിവിക്രം, നിന്റെ ശിവാനിയുടെ നിശ്ചയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് നീ മോതിരം ഇട്ടു കൊടുക്കാൻ പാടില്ല. ഇതിനെ എൻഗേജ്മെന്റ് ആയിട്ട് അങ്ങ് എടുത്താ പോരെ? അതെങ്ങനെ ശരിയാവാ? നല്ലൊരു മുഹൂർത്തം കുറിക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. കല്യാണത്തിന് താലി കെട്ടുന്നതിന് മുമ്പ് പൂജാരിമാർ ഇതൊക്കെ ചെയ്തു തരുമല്ലോ. പിന്നെന്തിനാ ഇത്ര ധൃതി? ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ജ്വല്ലറീസ് ഒക്കെ എടുത്ത് കഴിഞ്ഞില്ലേ? നിങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചേ, അവർ ബില്ലടിക്കട്ടെ. ശിവാനി, ഈ നെക്ലേസ് എങ്ങനെയുണ്ട്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ശിവാനി, ഷെൽ ടേക്ക് എ പിക്ചർ. തൃശൂൽ, എടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ തൃശൂൽ? സൂപ്പർ ആയിട്ടുണ്ട്. മമ്മി, പർച്ചേസ് എല്ലാം എടുത്തില്ലേ? എടുത്തു മോനെ. താലിയും താലി സെലക്ട് ചെയ്യാൻ മറന്നുപോയല്ലോ. കണ്ടില്ലേ ചേച്ചി, മരുമോന് കല്യാണം കഴിക്കാൻ എത്ര തിരക്കാണെന്ന്. കല്യാണത്താലി നിങ്ങൾ മറന്നിട്ടും അവ മറന്നിട്ടില്ല. അത് ഞാൻ ഓക്കെ, എല്ലാവരോടും ചേർന്ന് ഒരു നല്ല താലി സെലക്ട് ചെയ്യും. ത്രിവിക്രം, ഡേ മരുമോനെ, താലിയും കയ്യിൽ വെച്ചോണ്ട് ശിവാനെ നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? താലി കെട്ടുന്നതിന് ട്രയലൊന്നും ഇല്ല മോനെ. അതിന് കല്യാണം വരെ കാത്തിരുന്നില്ല. താലിയുടെ ഡിസൈൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതേപോലെ ഒരെണ്ണം പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരണം. എന്നാ ഇറങ്ങിയല്ലോ. എന്താ ഇത്? തുറന്നു നോക്കുന്നേ, നിനക്കിതിലൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? താലിമാലയോ? എന്ത് ഭംഗിയാന്നറിയോ? അല്ല, ഇത് റെഡിയാവാൻ വേണ്ടിട്ട് ഒരാഴ്ച സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇപ്പോ? നിനക്ക് വേണ്ടി തന്നെ. വീട്ടിലുള്ളവര് എന്നെ കാണിക്കാൻ വേണ്ടി തന്നുവിട്ടതാണോ? വളരെ നന്നായിട്ടുണ്ട് തൃശൂൽ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ താലി
എന്റെ കഴുത്തിൽ വീഴാൻ ഞാൻ കാത്തിരിക്കുകയാണ് തൃശൂർ. ഞാനും അതെ. കെട്ടാൻ വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നു. ഏയ്, എന്താ നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ത്രിവിക്രം, നീയല്ല. ഈ താലി അവന് കെട്ടാൻ പറ്റില്ല, വിട്ടേക്ക്. കാരണം ഇത് വാങ്ങിക്കൊണ്ടു വന്നത് ഞാനാ. അപ്പോ വീട്ടുകാരെന്നെ കാണിക്കാൻ തന്നുവിട്ടതാണെന്ന് പറഞ്ഞിട്ട്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ തന്നെ ഇമാജിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൂട്ടുന്നേ. ഞാനാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അല്ല, ഒന്ന് ഓർത്തു നോക്കി. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് തൃശൂർ. അമിതമായ പ്രണയം, അമിതമായ വാത്സല്യം, അമിതമായ... ഓരോന്ന് പറഞ്ഞ് ഇനി എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ഇതാ വേഗം എടുത്തോണ്ട് പോയത്. ശിവാനി, താലിയുടെ മുന്നിൽ താഴ്മയോടെ നിൽക്കണം. നീ ദേഷ്യപ്പെട്ട് എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞ ഞാൻ പോവും, പക്ഷെ എന്റെ കൂടെ നീ വരണം. എന്താ നീ എന്റെ കൂടെ വരും? തൃശൂർ, ശിവാനി, ദേഷ്യപ്പെടാതെ. നമ്മുടെ ഇത് മെയ്ഡ് ഫോർ ഈച്ച് അതർ ജോഡിയല്ലേ? അല്ല ശിവാനി, നീ ആ വീട്ടിലെ മരുമകളാവാൻ വാശി കാണിക്കല്ലായിരുന്നോ? ഇപ്പോഴാണ് ആ വീട്ടിലെ മകൻ ഞാനാണെന്നറിഞ്ഞ്. അപ്പോ നീ എന്റെ ഭാര്യയിലാവേണ്ടത്, അതല്ല ശരി? എനിക്കറിയാം നീ എന്റെ പ്രണയം ഒരിക്കൽ മനസ്സിലാക്കുമെന്ന്. എന്നെ ഒരിക്കൽ അംഗീകരിക്കുകയും ചെയ്യും. ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്നു വരും, പക്ഷെ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത് വേറെ. നിന്റെ അടുത്ത് ഇരിക്കേണ്ടത് ഞാനായിരിക്കും. ശിവാനി, കല്യാണത്തിന് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. താലി റെഡിയാണ്, നിനക്ക് ഇഷ്ടമുണ്ട്. ഇനി ബാക്കിയുള്ളത് നീ കല്യാണ സാരിയിൽ നിൽക്കുമ്പോ താലി കെട്ടുന്നത് മാത്രം. ഡാഡി, എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. എന്താ കാര്യം ഡാഡി? അല്ലടാ, ഈ തൃശ്ശൂർ എവിടെ പോയി? നമ്മൾ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവനെ നമ്മുടെ കൂടെ കണ്ടില്ല. ഡാഡി, അത് എനിക്കും അറിയില്ല. ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. വേണ്ട വേണ്ട, എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം. ഡാഡി, എന്നോടാണോ? തൃശ്ശൂര് സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയാരാ? തൃശ്ശൂരിന് പ്രേമോ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സോറി ഡാഡി. സാരമില്ല. ത്രിവിക്രം, നിന്റെ കല്യാണം നമ്മള് ഗ്രാൻഡായിട്ട് നടത്താൻ പോവാ. അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ തൃശ്ശൂരിന്റെ കല്യാണം കൂടെ നടത്തുകയാണെങ്കിൽ അച്ഛനായ എന്റെ കടമ അതോടുകൂടി കഴിയുമല്ലോ. ഡാഡി, അവന്റെ കാര്യത്തിൽ ധൃതി വേണോ? എന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാ പോരെ? അതും ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജനിച്ചവരാണ്. സുഹൃത്തുക്കളായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ളവരുമാണ്. ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിച്ചവരുമല്ലേ. രണ്ടുപേരുടെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടത്തണമെന്ന് എന്റെ ആഗ്രഹം. ഇയാളുടെ ആഗ്രഹത്തിന് ഒരു കുറവുമില്ല. ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ മോനെ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? തൃശ്ശൂരിൽ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ആരാണെന്ന് പറ. ഞാൻ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചോളാം. ഡാഡി, അവന്റെ ലവറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇത് ഞാന് വിശ്വസിക്കണം അല്ലേ? നിങ്ങൾ എത്ര നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അറിയാതെ അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കോ? അവൾ ആരാണെന്ന് പറ. അവന്റെ ലവർ എന്റെ പെണ്ണാണെന്ന് ഞാൻ എങ്ങനെ ഇപ്പൊ പറയാ? എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? കാര്യം പറ. ഡാഡി, അറിയില്ല എന്ന് മാത്രമല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവിടെ നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് ക്ലോസ് അല്ലായിരുന്നോ? എന്നിട്ട് നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ? ഞങ്ങള് ക്ലോസ് ഒക്കെ തന്നെയാ, പക്ഷെ ഞാൻ അവനോട് ചില കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അവൻ പറയാറില്ല. ഇതും അങ്ങനെ തന്നെയാ ഡാഡി. അങ്ങനെയാണോ? ആ പെൺകുട്ടി ആരാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് കല്യാണം നടത്തായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അവനായിട്ട് വന്നിട്ട് എന്നോട് പറയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അവൻ പറയില്ല. പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ തൃശ്ശൂരിന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ശിവാനി എന്റെ പെണ്ണായി മാറിയിരിക്കും. എന്താ നീ കാണിക്കുന്നേ? കുറച്ചെങ്കിലും ബോധമുണ്ടോ നിനക്ക്? കല്യാണം എന്ന് വെച്ചാൽ കുട്ടിക്കല്യാണം എന്നാണോ വിചാരം?
തമാശ കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. നീ ആ പരിധി മറികടന്നു പോയി. മറക്കണ്ട. നോക്ക് തൃശൂൽ, എന്റെ ജീവിതം തന്നെ വേറെയാണ്. എന്റെ ലക്ഷ്യം തന്നെ വേറെയാണ്. ത്രിവിക്രമനെ കല്യാണം കഴിക്കുന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനാര് തടസ്സം നിന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. നീ എന്റെ കൂട്ടുകാരനാണെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ നീ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ അതൊക്കെ സഹിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇന്നൊരു തവണ കൂടി ഇങ്ങനെ ചെയ്താ സംഭവിക്കാൻ പോകുന്നത് വേറെയായിരിക്കും. തൃശൂൽ, നിന്നെ വഴക്ക് പറയാൻ പോലും എനിക്ക് സങ്കടമാണ്. എന്റെ പ്രണയം എന്താണെന്നുള്ളത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്ലീസ് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ത്രിവിക്രമനെ മാത്രം. എന്താന്ന് വെച്ചാ അവനെന്റെ ദേവേത് ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. നീ എന്ത് നിർത്തണോന്ന്? നിന്നെ പ്രേമിക്കുന്നത് നിർത്തണോ? നിന്നെ കെയർ ചെയ്യുന്നത് നിർത്തണോ? അതെന്നെ കൊണ്ട് സാധിക്കില്ല. നിനക്ക് നിന്റെ പ്രണയം എത്ര വലുതാണോ അതുപോലെ തന്നെ എന്റെ പ്രണയം എനിക്കും വലുതാ. നിന്റെ പ്രണയം നിലനിർത്താൻ വേണ്ടി നീ കഷ്ടപ്പെടുന്നത് പോലെ എന്റെ കാര്യത്തിൽ ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. ശിവാനി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കറിയാം നിന്റെ മനസ്സിലും ഞാൻ തന്നെ ഉള്ളേന്ന്. ഒരു തവണ നീ നിന്റെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ സത്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല. എന്റെ മനസ്സിലുള്ളത് ത്രിവിക്രം മാത്രം. ഞാൻ ഒരു കാരണവശാലും നിന്നെ പ്രണയിക്കില്ല. എന്റെ മനസ്സ് നിന്നിലേക്ക് ചായുകയില്ല. നിനക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടോ അത്ര തന്നെ കോൺഫിഡൻസ് എനിക്കുണ്ട്. നീ എന്റെ മാത്രം പെണ്ണാ. നിന്റെ ഭർത്താവായിരിക്കേണ്ടത് ഞാനാ. എന്റെ ഭർത്താവാകാൻ പോകുന്നത് ത്രിവിക്രമാണ്. അത് ത്രിവിക്രം നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം. ഇനിയും 3 കെട്ട് വീണിട്ടില്ല. 3 കെട്ട് വീടുന്നത് വരെ എനിക്ക് സമയമുണ്ട്. അതുവരെ നിന്റെ പുറകെ തന്നെ ഉണ്ടാവുകയും ഞാൻ. അത് വെറുതെയാ. ഇതേ വാശി തന്നെ നിന്നെ എന്റെ അടുത്ത് കൊണ്ടിരുത്തും കണ്ടോ. അതുപോലെ നീ എന്റെ ഭാര്യയുമാവും. നിന്റെ ലക്ഷ്യം എന്താണെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? എന്റെ ലക്ഷ്യം ഞാനും പറയാം. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടാന്നുള്ളതാ. ഇനി മുതൽ ഈ താലി എപ്പോഴും എന്റെ കൈ തന്നെ ഉണ്ടാവും. നീ ഓക്കെ എന്ന് പറഞ്ഞ മുഹൂർത്തം പോലും നോക്കില്ല. ആ സമയം തന്നെ താലി കെട്ടും ഞാൻ. എനിക്ക് വിശ്വാസമുണ്ട് ശിവാനി. ഈ കാര്യത്തിൽ നീ ഉറപ്പായിട്ട് മാറുമെന്ന്. എന്റെ പ്രണയം നീ മനസ്സിലാക്കിയിരിക്കും. മരുമോനെ, ദേ തൃശ്ശൂല്. അങ്കിളെ, എന്റെയും ശിവാനിയുടെയും കല്യാണത്തിന് ഇനി എത്ര ദിവസമുണ്ട്? ഇനി വെറും 2 ആഴ്ച കൂടിയുള്ളൂ മരുമോനെ. ഇനിയപ്പോ 2 ആഴ്ച കൂടി ഉള്ളൂ അല്ലേ? ശിവാനിയുടെ കഴുത്തിൽ ഞാൻ എപ്പോഴാ ഒന്ന് താലി കെട്ടുക? അവൾ എന്നാ എനിക്ക് സ്വന്തമാവുക? എപ്പോഴാ ആ ദിവസം വരുന്നെന്ന് പറഞ്ഞ് കാത്തിരിക്കാങ്കിളെ ഞാൻ. അങ്കിളെ, ഞാനും ശിവാനിയും തമ്മില് എങ്ങനെയുണ്ട്? മാച്ചിങ് അല്ലേ? ലൈല മജ്നുവിനെ പോലെ നല്ല സൂപ്പർ ജോഡിയല്ലേ നിങ്ങള്? അങ്ങനെയൊന്നും പറയല്ലേ എന്റെ അങ്ങളെ. ആരെങ്കിലും കണ്ണോക്കി ഞങ്ങളെ. അങ്ങളെ, കല്യാണ കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് നടക്കണം. എല്ലാം ഗ്രാൻഡ് ആയിരിക്കണം. ഒരു കാര്യവും വിട്ടുപോകാൻ പാടില്ല അങ്ങളെ. ചാൻസേ ഇല്ല മരുമോനെ. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാൻ. ദത്തുപുത്രൻ തൃശൂൽ അല്ലല്ലോ, യഥാർത്ഥ അനന്തരാവകാശി എപ്പോഴാണോ ഇങ്ങോട്ട് വന്നത്? ദൈവത്തിയുള്ളൂ. ശരിയായ സമയത്ത് തന്നെ നീ ഇങ്ങോട്ട് വന്നത്. വാ 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 വാ. മരുമോനെ, നമ്മൾ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ പറ്റിയൊക്കെ? അളിയൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതേ തൃശൂലിനെയാ. തൃശൂൽ എന്താ മോനെ, കല്യാണം നല്ല ഗ്രാൻഡ് ആയിരിക്കില്ലേ? ആയിരിക്കും ബ്രോ. നീ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, എന്റെയും ശിവാനിയുടെയും കല്യാണം ഗംഭീരാക്കണം. അത് കണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും അത്ഭുതപ്പെടണം. അങ്ങനെ അറേഞ്ച് ചെയ്യില്ല നീ?
ബ്രോ എന്തു പറ്റിയടാ? നിന്റെ വോയിസ് പോലും വരുന്നില്ല. ഇതെല്ലാം ശരിയാക്കാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്ന് തോന്നുന്നു. ശരി ശരി, എന്റെയും ശിവാനിയുടെയും കല്യാണം കണ്ടിട്ട് ഇവിടെ ഉള്ള എല്ലാവരും അത്ഭുതപ്പെടണം. മധു, മധു, മുതലാളിയുടെ വീട്ടിലെ കാലി ഡബ്ബയൊക്കെ എടുത്ത് കളയാൻ പോയിരുന്നു. സാധനങ്ങൾ ഇട്ട് വെക്കാന്ന് പറഞ്ഞ് ഞാനും കൊണ്ടുവന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ കാലി ഡബ്ബ പോലെ ആയല്ലോ അല്ലേ? ഇത്രയും കാലം എല്ലാം ഉണ്ടായിരുന്നു, നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. എന്നാ ഇപ്പോ ഒന്നും തന്നെയില്ല. ഒന്നും ഇല്ലാതായപ്പോ ഈ ഡബ്ബ പോലെ നമുക്കൊരു വിലയില്ല. എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചില സമയങ്ങളിൽ ജീവിതം ശൂന്യായിരിക്കും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഈ പാത്രം തന്നെ നോക്ക്, ഇതിപ്പോ കാലിയായിരിക്കുന്നു, അതുകൊണ്ട് ഇതിനൊരു വിലയില്ല. ഇതിലെന്തെങ്കിലും നിറച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വിലയുണ്ടാവും. അതുപോലെ തന്നെ ജീവിതം ഇടയ്ക്ക് കാലിയാണെന്നൊക്കെ തോന്നും നമുക്ക്, പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളായിട്ട് നിറയ്ക്കണം. എന്തോ എനിക്കൊന്നും തന്നെ അറിയില്ല. തൃശൂർ ഇവിടുന്ന് പോയിട്ട് 4 ദിവസമായി. അവനിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നമ്മളെയൊക്കെ അവൻ മറന്നുപോയോ എന്തോ. എടി, അവനെ നമ്മൾ തുണിക്കടയിൽ കണ്ടില്ലേ, പിന്നെന്താ? അല്ലെന്നേ അവൻ ഈ വീട്ടിലേക്ക് തൃശൂർ തൃശൂർ ഇരിക്കമ്മേ. മോനെ, എന്താ നീ ഇങ്ങനെ കിടക്കുന്നേ? എന്താ ഇങ്ങനെ കിടക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഭാരമായി തുടങ്ങിയോ? അയ്യോ, ഞാൻ എപ്പോഴാടാ അങ്ങനെ പറഞ്ഞേ? അമ്മയുടെ മടിയില് മകൻ എപ്പോഴാടാ ഭാരമാവുന്നേ? എന്താ മോനെ തൃശൂൽ, നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല അച്ഛ, നിങ്ങളെ ഓർത്തപ്പോ ഞാൻ വന്നതാ. വെറുതെ ഓർമ്മ വന്നതാണോ അതോ ഓർമ്മ ഉണ്ടാവാൻ മാത്രം എന്തെങ്കിലും സങ്കടം ഉണ്ടായോ നിനക്ക്? ഒന്നുമില്ലമ്മേ, ഇന്ന് ഞാൻ ഏതൊരു ബുക്ക് വായിക്കായിരുന്നു. ആ കഥ വായിച്ചപ്പോ വിഷമം തോന്നി, അത്രേ ഉള്ളൂ. നീ വീണ്ടും ബുക്ക് വായിച്ചു തുടങ്ങിയോ? ഇതൊരു വല്ലാത്ത കഥയാണല്ലോ. അന്നും ഇതുപോലെയായിരുന്നു. 2 ആൺകുട്ടികളും പിന്നെ ഒരു പെണ്ണും ഉള്ളൊരു കഥ വായിച്ചു വിഷമിച്ചു. വീണ്ടും എന്ത് കഥയാടാ? അത് അന്ന് വായിച്ച ആ കഥയില്ല, അതിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഇത്. ആ പെൺകുട്ടിയെ സ്നേഹിച്ച ആ ചെക്കൻ അവൻ അവന്റെ പ്രണയം നഷ്ടപ്പെടാൻ പോകുന്ന പോലൊരു അവസ്ഥയിലായി. ആ പെണ്ണിന് വേറൊരുത്തിന്റെ കൂടെ കല്യാണം സെറ്റായി. എന്നാൽ ഇവൻ ഇവന്റെ പ്രണയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് ശരിയാണല്ലോ. അവനെന്തിനാ അവന്റെ പ്രണയം നഷ്ടപ്പെടുത്തുന്നത്? അവനും അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവൾക്ക് ഇവനോട് ഒരു സ്നേഹമില്ലല്ലോ. ഇപ്പൊ ഇല്ലെങ്കിൽ എന്താ, ഇനി വന്നുകൂടായില്ലല്ലോ. എന്താ? എടാ മോനെ, ഈ പ്രണയം എന്ന് പറയുന്നതൊക്കെ ഏത് സമയത്തുണെങ്കിലും ഉണ്ടാവാം. ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. താലി കെട്ടുന്ന ഒരു സമയമുണ്ടാ, ഡോൺ വറി. ഞങ്ങളുടേതും അങ്ങനെയായിരുന്നു മോനെ. അവസാന നിമിഷം കല്യാണ മണ്ഡപത്തിൽ നിന്നാ നിന്റെ അച്ഛൻ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നത്. അങ്ങനെയാണെങ്കിൽ അവനാ പെൺകുട്ടിയെ കിട്ടുമോ? കിട്ടുമായിരിക്കും. നമ്മൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ആ കഥ പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടുമല്ലോ. അതിലിനി വേറൊന്നും എഴുതിയിട്ടില്ല, ഇനി എഴുതണം. എന്നുവെച്ചാ? ഒന്നുമില്ല, അതായത് കഥ പാർട്ട് 3 ഇനി വരുമായിരിക്കും. ഇതുവരെ അത് ഇറങ്ങിയിട്ടില്ല, വന്നതിന് ശേഷം വായിക്കും. എടാ അത് അതെ, അവൻ അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിരിക്കുക. ഇനി ചോദ്യത്തിന്റെ മേലെ ചോദ്യം ചോദിച്ച് അവനെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? സുന്ദരി, ഞാൻ എന്തിനാ ഇത്രയധികം ദേഷ്യപ്പെടുന്നത്? തൃശ്ശൂർ ഇത്രയും ദിവസം എന്റെ പുറകെ നടന്ന് ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ ഒരുപാട് ക്ഷമയോടെ പെരുമാറിയത്.
പക്ഷെ ഇന്ന് അവന്റെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല. ഞാൻ അവനെ അടിച്ചുപോയി. എന്നാലും തൃശ്ശൂരിൽ ചില സമയത്തൊക്കെ ചെറിയ പിള്ളേരെ പോലെ എന്നോട് പെരുമാറുന്നത്. കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഒന്ന് വഴക്ക് പറഞ്ഞ് അവരെ അടങ്ങിയിരുന്നോളൂ. പക്ഷെ ഇവനോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല.